ഹായ് ഫ്രണ്ട്സ്, സ്നേഹത്തോടെ എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാലേ, രാവിലെ അമ്പലത്തിൽ പോണത്, മക്കളെ സ്കൂളിൽ പോണത്, രാവിലത്തെ ചായ, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൊരു കുഞ്ഞു വീഡിയോ കേട്ടോ. എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടാക്കി തരണേ. ഒരു 5:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് നല്ലൊരു അന്തരീക്ഷം ചെയ്യുന്നു കേട്ടോ. മഴയൊന്നും ഇല്ലാതെ ചെറിയൊരു കോടയും തണുപ്പൊക്കെ ഉള്ള നല്ലൊരു അന്തരീക്ഷമാണ്. പറ്റുന്ന വെള്ളിയാഴ്ചയൊക്കെ രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടോ. പറ്റുന്ന വെള്ളിയാഴ്ച പറഞ്ഞാൽ ഏട്ടന് വെള്ളിയാഴ്ചയാണ് ലീവ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പോവേ. ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ മറ്റവരൊന്നും വന്നിട്ടില്ല. നന്ദുട്ടി മാത്രമേ നീച്ച് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്ക് പൂ പിടിച്ചാൽ ഒരു വീഡിയോ എടുക്കണം പറഞ്ഞപ്പോൾ ഞാനും ഓളും കൂടെ വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. വീട്ടിലെ പണികളൊന്നും ആക്കിയിട്ടില്ല. രാവിലെ തന്നെ വേഗം അമ്പലത്തിൽ പോയി വന്നിട്ട് ചെയ്യാച്ചിട്ട് ഒരു പണിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മേലൊക്കെ മുഷിഞ്ഞ് ഒരു ഒരു സംതൃപ്തി കിട്ടില്ല അമ്പലത്തിൽ പോയാൽ. അപ്പോൾ ഒന്നും വലിയ ആക്കാതെ തന്നെ വേഗം അമ്പലത്തിൽ പോയിട്ടാ. എന്നും രാവിലെ എണീക്കണോ കുളിക്കണോ അടുക്കളയിൽ കയറണോ അങ്ങനെയൊക്കെ അല്ലേ. ഒരു മാറ്റം ആയിക്കോട്ടെ അല്ലേ. ഒരു മാറ്റം ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്. എന്നും ഒരുപോലെ ആവാനല്ലല്ലോ, ഇടയ്ക്കൊക്കെ ഒരു മാറ്റം വേണ്ടേ. നമുക്കൊരു മാറ്റം ഉണ്ടെങ്കിലേ നമ്മളെ മനസ്സും ശരീരവും ഒക്കെ ഒരു ഹാപ്പിയായി എനർജറ്റിക്കായി നിൽക്കുള്ളൂ. നമ്മൾ എനർജറ്റിക് ആയാലേ നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാരും അതുപോലെ എനർജറ്റിക്കായി ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ അധികം നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക അല്ലേ. ഞങ്ങൾ വേഗം തൊഴുത് വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തി ചട്നിയും ദോശ കേട്ടോ, ഉഴുന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ, അരച്ച് വെച്ചതാണ്. അപ്പോൾ ആ പരിപാടികളൊക്കെ തുടങ്ങി. ചായ കൂടി വേഗം കഴിച്ചിട്ടോ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് മക്കൾക്ക് നേരത്തെ സ്കൂളിൽ പോകാനുള്ളതാണ്. നേരത്തെ സ്കൂൾ വണ്ടി വരും. അപ്പോൾ അത് നോക്കി ഓർക്കുള്ളതൊക്കെ ആക്കി കൊടുത്ത് ചായ കൂടി പരിപാടികളൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുകയാണ്. അതുപോലെ തന്നെ നല്ല ശക്തമായ കാറ്റും മഴയാണ് കേട്ടോ. അത്ര നേരം നല്ല വെളിച്ചം കണ്ട് നിന്ന് മക്കൾ സ്കൂളിൽ പോകാൻ ഇറങ്ങുന്ന സമയമായപ്പോൾ നല്ല കാറ്റും മഴയും. അങ്ങനെ കാറ്റും മഴയത്തേ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ വണ്ടി ഇങ്ങോട്ട് പോയി കാണുമ്പോൾ എന്തോ ഒരു വേദന പോയിരുന്നു. ഇങ്ങനെ ഒരു പിടയ്ക്കൽ പോലെ. ഞാനൊക്കെ പോയപ്പോൾ ഒരുപാട് ദൂരം നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ ആ കാറ്റത്തും മഴയത്തും നനഞ്ഞ് ആകെ തണുത്ത് വിറച്ചൊക്കെ ഇവിടെ സ്കൂളിൽ പോവുക. അത് സ്കൂൾ വരാനാകുമ്പോഴേക്കും ഡ്രസ്സൊക്കെ ഉണങ്ങും. എന്നാലും വൈകുന്നേരം ആകുമ്പോഴേക്കും പിന്നെയും മഴ നനഞ്ഞ് ആ നടന്നൊരു കാലം ഇപ്പോൾ മക്കൾ വണ്ടി പോവായിട്ടുണ്ട് എന്തോ ഒരു പോലെ. മഴേൻ്റെ ശക്തി കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. പോയി കഴിയുന്നതോളം അവിടെ നോക്കി നിൽക്കും കേട്ടോ. കുറേ ദൂരം വരെ ടാറ്റൊക്കെ തരും. അപ്പോൾ അവിടെ നിൽക്കണം, അത് അവർക്ക് നിർബന്ധമാണ്. കൊലായ്മ ഞങ്ങൾ ഉണ്ടാവണം എന്നുള്ളത്. പിന്നെ ഒരു പോക്ക് കഴിഞ്ഞ് അച്ഛനൊക്കെ അമ്മയ്ക്കൊരു ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവരും പോയി. ഒരു മഴ എങ്ങാനും പെയ്തിട്ടുണ്ടെങ്കിൽ പകുതി വെള്ളം സിറ്റൗട്ടിൽ സ്റ്റെപ്പുമ്മലാണ്. അപ്പം ഇനി എൻ്റെ ബാക്കി പണികളൊക്കെ എടുക്കട്ടെ. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ടൊന്ന് സപ്പോർട്ടാക്കി തരണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.